My name is Anand Nair, and I go to elementary school between kindergarten and fifth grade at John Philip Elementary. Some of the subjects we learn there are math, science, reading, writing, and sometimes there are other special things we do. I'm in America and New York, and also in our school we have a special which can vary between physical education, music, art, or library. And then we also have lunch and recess, which is 1 hour, 30 minutes for recess and 30 minutes for lunch. And then we have a special class, Pep Core, that I go to. And also, there are also other special classes that you come in the morning and the evening, like SUSA Leaders, which is there for me and is about doing things for our community, and Math Olympiad, which is in the evening, which is all about doing math, and we have contests. And then if you get one of the top scorers in Math Olympiad, you go on to the Nassau County contest. State. Science Olympiad is middle school, which is another thing. But Math Olympiad, once you're one of the top scorers, will go to state and also national. These competitions are very, very hard, and only very, very smart kids will be. ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചിട്ട് പലരും പറയുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ രീതി അത്ര നല്ലതല്ലെന്ന്. എന്തുകൊണ്ടാണ് പറയുന്നത്? അവരൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ വിദ്യാഭ്യാസ രീതിയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതെന്ന്. എന്നാൽ അതായത് അന്ന് അവർക്ക് കുറച്ച് ക്ലർക്കുമാരെ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ആ ക്ലർക്കുമാരെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വിദ്യാഭ്യാസം രീതി ആവിഷ്കരിച്ചത് സ്കൂളുകളിൽ. പക്ഷേ നമ്മൾ ഞാനിപ്പോൾ പല വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചു. നമ്മുടെ ആളുകൾ കുറേയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലെ ഇറ്റലിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പിന്നെ അമേരിക്കയിലുള്ളവരുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ താരതമ്യം ചെയ്തു. അപ്പോൾ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസവും അവിടുത്തെ വിദ്യാഭ്യാസവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന്. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ല. എന്നാൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഫ്രീഡം കുറവാണ്. നിങ്ങൾ വിചാരിക്കും വിദ്യാഭ്യാസത്തിന് എന്താണ് ഫ്രീഡം എന്ന്. അതായത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? അവിടുത്തെ കുട്ടികൾക്കുണ്ട്. ഇനി അവിടുത്തെ ഇപ്പോൾ ഇറ്റലിയിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 1 തുടങ്ങി 5 വരെ എലിമെൻ്ററി ആണ്. അത് തന്നെയാണ് അമേരിക്കയിലും. 1 തുടങ്ങി 5 വരെ എലിമെൻ്ററി വിഭാഗത്തിൽ പെടുന്നു. പിന്നെ അമേരിക്കയിലെ ഒരു പ്രത്യേകത, അവിടെ അടുത്തുള്ള സ്കൂളുകളിൽ അവരെ പഠിക്കണമെന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിൽ ചേരാം അല്ലേ? പക്ഷെ അവിടെ അങ്ങനെയല്ല. അമേരിക്കയിൽ തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ ചേരണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പം 5 വരെയാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ. അതിന് പ്രിലിമിനറി അല്ലെങ്കിൽ എലിമെൻ്ററി എഡ്യൂക്കേഷനാണത്. എന്നാൽ അവിടെ ഒന്നും ഇപ്പോൾ ഇറ്റലിയിലായാലും അമേരിക്കയിലായാലും അവിടെ LKG UKG എന്ന സെക്ഷൻ ഇല്ല. അതാണ് ഒരു പ്രത്യേകത. നമുക്കതുണ്ട്. ആ LKG UKG ഉള്ളതുകൊണ്ട് നമ്മുടെ ഇവിടെ കുറേ ആളുകൾക്ക് ജോലി ലഭിക്കുന്നു. അതാണ് ഒരു പ്രത്യേകത. അത് നല്ലതാണ്, നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ അതിന് ശേഷം 1 തുടങ്ങി 5 വരെയുള്ള വിദ്യാഭ്യാസം അവർക്ക് ഇതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, അങ്ങനെ ഇപ്പോൾ ഇറ്റലിയിലാണെങ്കിൽ അവരുടെ ലാംഗ്വേജ്, അമേരിക്കയിലാണെങ്കിൽ ഇംഗ്ലീഷ്, അങ്ങനെ ആ സബ്ജക്റ്റുകളാണ് എല്ലായിടത്തും. അത് കഴിഞ്ഞ് 5 തുടങ്ങി 8 വരെ, 6, 7, 8 അതുവരെയാണ് അവരുടെ ഹൈസ്കൂള്, പിന്നെ ഹയർ സെക്കൻഡറി. അങ്ങനെയാണ് അവരുടെ വിദ്യാഭ്യാസം. എന്നാൽ ഇപ്പം ഇംഗ്ലണ്ടിൽ പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ അവരെവിടേക്ക് പോകുന്നു?
ഹയർ സെക്കൻഡറി കഴിഞ്ഞ് 12 വരെ, അല്ലെങ്കിൽ ചിലയിടത്ത് ലെവൽ 13 വരെയുണ്ട്. അപ്പോൾ ആ 13 വരെ കഴിഞ്ഞാൽ അവർ എവിടേക്കാണ് പോകുന്നത്? അവർ ഹയർ എഡ്യൂക്കേഷന് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. വീടിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലല്ല, ആ സ്ഥാപനങ്ങളൊക്കെ കുറേ അകലെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അവിടെ കുറച്ച് 4, 5 ഫ്രണ്ട്സുമായിട്ട് ഒരു വീടെടുക്കുന്നു. ആ വീട്ടിലിരുന്നു കൊണ്ട് അവർ അടുത്ത സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നു, പഠിക്കുന്നു. അങ്ങനെയാണ് അവർ ഡിഗ്രിയൊക്കെ എടുക്കുന്നത്. പക്ഷെ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിഗ്രിയും കഴിഞ്ഞ് PG വരെയും പഠിപ്പിച്ചിട്ടും നമുക്ക് തൃപ്തി വരുന്നില്ല. അങ്ങനെയാണ്. അപ്പം ആ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡും ആ വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ ആറ്റിറ്റ്യൂഡുമാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. പിന്നെ വേറൊന്ന്, 1 തൊട്ട് 5 വരെ, അത് കഴിഞ്ഞ് 8 വരെ ഒരു സെക്ഷൻ ഹൈസ്കൂള് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി 13 അല്ലെങ്കിൽ ലെവൽ 13 വരെ അല്ലെങ്കിൽ ലെവൽ 12 വരെ. അപ്പോൾ അവർക്ക് നമുക്ക് സയൻസ് 5 തുടങ്ങി 8 വരെ, 6, 7, 8 തുടങ്ങിയ ക്ലാസ്സുകളിലെ അവർ പഠിക്കുന്നത് കെമിസ്ട്രി, ബയോളജി എല്ലാ സബ്ജക്റ്റും എടുക്കുന്ന നിർബന്ധമല്ല. ഒരു സബ്ജക്റ്റ് എടുക്കുന്നു. 8ൽ കെമിസ്ട്രി അല്ലെങ്കിൽ 9ൽ ഫിസിക്സ്, അങ്ങനെ ഓരോ സബ്ജക്റ്റാണ് അവർ എടുക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത അവർക്കുള്ളത്, ഇതിനൊക്കെ ചോയ്സ് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട് അവർക്ക്. പിന്നെ ചിലയിടത്ത് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. ചിലയിടത്ത് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പറഞ്ഞപ്പോഴറിഞ്ഞത് അവർക്ക് റിലീജിയൻ പഠിപ്പിക്കുന്നുണ്ട്, ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്, വിദേശ ലാംഗ്വേജ്, അത് സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ ലാംഗ്വേജുകൾ അവരുടെ വിദ്യാഭ്യാസ രീതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഇതൊന്നും ഡിഗ്രി ഉള്ളപ്പോൾ പോലും നമ്മൾ ഇതൊന്നും എടുക്കുന്നില്ല. എനിക്ക് അറിയാം, പലരും വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അന്യ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂർ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇത് മനസ്സിലാക്കാതിരുന്നത്? ലെവൽ ഏതുവരെയെങ്കിലും ആയിക്കോട്ടെ, 1 തുടങ്ങി 5 വരെ എലിമെൻ്ററി, അത് കഴിഞ്ഞ് 8 വരെ ഹൈസ്കൂള്, അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി. അതിലൊന്നും നമുക്ക്, കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതി 1 തുടങ്ങി 10 വരെ, അപ്പം അങ്ങനെ സെക്ഷനായിട്ട് 4 വരെ, പിന്നെ 4 കഴിഞ്ഞാൽ പിന്നെ 5 തുടങ്ങി 10 വരെ, അങ്ങനെയൊക്കെ സെക്ഷനാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ബിൽഡിങ്ങുകളുടെ, അതായത് ഒരു സ്കൂൾ ചിലത് 4 വരെയുള്ള സ്കൂളായിരിക്കും, പിന്നെ 7 വരെയുള്ള സ്കൂളുകളായിരിക്കും, പിന്നെ 10 വരെയുള്ള സ്കൂളായിരിക്കും, ഇപ്പം ചില സ്ഥലങ്ങളിൽ 12 വരെ. അപ്പോൾ അതൊക്കെ ബിൽഡിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, അധ്യാപകരുടെ പോസ്റ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് മാറ്റാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഒന്ന് മാറ്റാം. എന്താണ്? ഈ വിദ്യാഭ്യാസ രീതിയിലുള്ള മാറ്റം നമുക്ക് വരുത്താൻ പറ്റും. ബിൽഡിങ് മാറ്റണ്ട, അധ്യാപകരെ മാറ്റണ്ട, പക്ഷേ ഈ ടോപ്പിക്കുകൾ, സിലബസ് നമുക്ക് മാറ്റാൻ കഴിയും. പക്ഷെ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതായത് വിദേശ ഭാഷകൾ നമുക്ക് കുറേശ്ശെ കുട്ടികളെ പഠിപ്പിക്കാം. ഹയർ സെക്കൻഡറിയിലോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ ഒക്കെ വിദേശ ഭാഷകൾ പഠിക്കാനുള്ള അവസരം കൊടുക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പം തന്നെ ജോലിക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ്, പ്രൊഫഷണൽ അധിഷ്ഠിതമായ കോഴ്സുകൾ നമുക്ക് ഉണ്ടാക്കാം. അതിൽ കുട്ടികളെ പ്രവേശിപ്പിക്കാം. ഇന്നൊക്കെ ഉണ്ട്, കുറേയൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇത് ആദ്യം കുറച്ചും കൂടെ മുമ്പ് നമുക്ക് തുടങ്ങിയിരുന്നെങ്കിൽ, ആ സിലബസിലുള്ള മാറ്റമാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ നമ്മൾ ധാരാളം കുട്ടികളെയൊക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് വിടുന്നു. കോഴ്സുകൾ ഏതാണ് നല്ലതെന്ന് തീരുമാനിച്ച് അവിടേക്ക് അവരെ നമ്മൾ വിടുന്നു. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷനും വിദേശ എഡ്യൂക്കേഷനും തമ്മിൽ സിലബസിലാണ് കുറച്ച് മാറ്റം വരുത്തേണ്ടത്. അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ് മാറ്റം വരുത്തേണ്ടത്. അല്ലാതെ ക്ലാസ്സുകളിലല്ല. ക്ലാസ്സുകൾ എല്ലായിടത്തും വലിയ വ്യത്യാസമൊന്നുമില്ല. അവർക്ക് LKG ഇല്ല, UKG ഇല്ല, അതൊന്നും ഒരു നമ്മളുടെ അധികം വിദ്യാഭ്യാസവും മറ്റുള്ളവരുടെ കുറവ് വിദ്യാഭ്യാസമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ സിലബസിൽ കുറച്ച് മാറ്റം വരുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ മുന്നേറാൻ പറ്റും. അപ്പം എല്ലാ അധികൃതരുടെ ശ്രദ്ധയ്ക്ക് ഇതാണ് വേണ്ടത്. വിദേശ ഭാഷാ പഠനം കുട്ടികളിൽ ഉണ്ടാക്കണം.